രംഗങ്ങളിൽ ഭക്തി സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ബാഗുകൾ വിതരണം ചെയ്യാനെത്തിയ ഒമേഗൻസ് ക്ലബ്ബ് അംഗങ്ങൾക്കും അഭിമാനിക്കാം. പ്രിയപ്പെട്ട അസിസ്റ്റന്റ് മാനേജർ ഡേവിസ് അച്ഛനും അഭിമാനിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ ജിക്കും മറ്റെല്ലാവർക്കും ഈ ശതാബ്ദി വർഷത്തിന്റെ ഭാഗമാകാൻ കഴിയുന്നതിൽ അഭിമാനിക്കാനായി സാധിക്കും. നമുക്കിവിടെ ഈ വർഷത്തെ എന്താണ് മനസ്സിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം അസംബ്ലിയിൽ പറഞ്ഞു, കഴിഞ്ഞ വർഷം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ 19,000-ഓളം കുട്ടികളുടെ കുറവുണ്ടായി. ഇന്നലെ വന്ന കണക്ക് പ്രകാരവും പൊതുവിദ്യാഭ്യാസ മേഖലയിലെ 54,000 കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. നമുക്കറിയാം, ജനസംഖ്യ കുറഞ്ഞു കാര്യത്തിലുണ്ട്. അവർക്ക് നല്ലൊരു വേലി കൊടുത്ത് അവർ 1-ാം ക്ലാസ് കുട്ടികളാണ്. LKG UKG കുട്ടികളെ ഇന്ന് ഒരുക്കിയിട്ടില്ല. അവരുടെ പ്രവേശനോത്സവം ബുധനാഴ്ചയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ആഘോഷിക്കുന്ന സ്കൂളാണല്ലേ. സന്തോഷം കൂടുതലുണ്ടാവൂലേ. ഇനി നല്ല മക്കളായിട്ട് നന്നായി പഠിച്ച് നല്ല ഉയരങ്ങളിൽ എത്തണം കേട്ടോ എല്ലാവരും. മഴയും വരുന്നുണ്ട്. പറയാനുള്ളത്, നമ്മൾ ഈ കുട്ടികള് സ്കൂളിൽ വിട്ട് പോകുമ്പോ നമ്മൾ ലേസ് അതുമാതിരി 7up ഒക്കെ വാങ്ങുമ്പോ ആ കുപ്പി അതുപോലെ ആ കവറ് ഒക്കെ റോട്ടിൽ പോകാറില്ലേ നിങ്ങള്? എല്ലാവരും വല്ലവരും കയറിയാറുണ്ട് അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടാ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മാതാപിതാക്കന്മാരെ, അധ്യാപകരെ, കുഞ്ഞുമക്കളെ, സന്തോഷമാണ്. നിങ്ങൾക്ക് നേരത്തെ ചോദിച്ചപ്പോ അന്ന് പറഞ്ഞു ചെറിയൊരു മടി ഉണ്ട്. അത്ര ദിവസം വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളിൽ വന്നാല് ഇല്ല, ചെറിയ മടിയൊന്നുമില്ല. മഴ പറഞ്ഞാൽ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അപ്പൊ മടിയൊന്നുമില്ലാതെ നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ കളിച്ച് ചിരിച്ച് നടക്കാനുള്ള സ്കൂളാണ് നമ്മുടെ. അപ്പൊ സ്കൂളില് കൊടുക്കാം. ഞാൻ ഓരോരുത്തരെ വിളിക്കാം. നമ്മുടെ ബാഗ് വിതരണം ചെയ്യുന്നതിനായിട്ട് ഒമേഗൻസ് ക്ലബിന്റെ ഭാരവാഹികൾ എത്തിയിട്ടുണ്ട്. അതിന് ഉദ്ഘാടനം നിർവഹിക്കാനായി നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ വിഷ്ണു കേടി അവർ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വിഷ്ണു കേടി, നല്ലൊരു കയ്യിൽ കൊടുത്തേ, നല്ലൊരു കയ്യിൽ കൊടുത്തേ. സന്തോഷത്തോടെയാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ 2 മാസക്കാലം ഇവിടെ മുറങ്ങിക്കിടക്കുകയായിരുന്നു. ഏറ്റവും സന്തോഷം തരുന്ന കാര്യം, ഈ വർഷം നമ്മുടെ സ്കൂളിലേക്ക് പുതിയതായി നിരവധി കുട്ടികൾ ചേർന്നിട്ടുണ്ട് എന്നതാണ്. അവരെ ഈ സ്കൂളിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലത്തിലേക്കാണ്